ചേട്ടാ എന്താ മട്ടം കുളത്തിലൊന്നും പിള്ളേരിയല്ല. കുളത്തിലെ പിള്ളേരൊക്കെ ഫോണുമേലല്ലേ ഇപ്പൊ ഫോൺ ചാടി തമർത്തിക്കൊണ്ടാ എടുക്കണം. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ കിണറിൻ്റെ പദ്ധതികളൊക്കെ ഇങ്ങനെ നടന്ന് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. മാഷാല്ലാ പഞ്ചായത്തുകളൊക്കെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ റോഡിൻ്റെ കുറച്ച് വർക്കുകൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാഷാല്ലാ ഈ നാട് വളരെ ഉഷാറാവട്ടാ. ഓക്കെ, റോഡിൻ്റെ മക്കളെ ഒരു കാലത്തെ സത്യം പറഞ്ഞാൽ സ്കൂൾ കട്ടാക്കിയിട്ട് ഒരുപാട് സമയം വന്ന് നിന്നീന്ന കുളമാണിത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കുളം ആവശ്യമില്ല, ഈ ഫോണും അങ്ങനെ ഗെയിമും കളിച്ചിരിക്കട്ടാ. അപ്പോൾ അത് പഞ്ചായത്ത് ഇതുമൊക്കൊന്നും മെയിൻ ആക്കണില്ല എന്നുള്ള പഞ്ചായത്ത് നല്ല വൃത്തിയിൽ പണിയെടുത്തിക്കണം. നമ്മളാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. കുളിച്ചിട്ട് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒന്നാമത് എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ കാലഘട്ടത്തില് പിള്ളേരാരും പുറത്തിറങ്ങണില്ല. അതാണ് ഒന്നാമത്. നമ്മളാ ആയ കാലത്ത് നമുക്ക് ടർഫും കാര്യങ്ങളും ഒന്നുമില്ല. ടീംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആരില്ലാത്തത് കൊണ്ട് ഒന്ന് അനിയനും ഒന്ന് നമ്മളെ ജസീറും ആണ്. ഞാൻ കുളിക്കാൻ ആരില്ലാത്തതുകൊണ്ട് വേറെ കുളത്ത് മക്കളെ റാത്തല്ല എന്താ പറയുക, ഇന്ന് നേരെ കുളത്ത് പോകണം. ഇൻഷാല്ലാ നമ്മളെ നാട്ടിലത്തെ കുളങ്ങളൊക്കെ കാണണ്ടേ, രണ്ട് കുളത്തിനും പോകണം. ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് കുളത്ത് പോകണം. പിന്നെ അവിടെ ഐഡിയ ചെയ്യെങ്കിൽ എന്താണ്, അവിടെ ഇപ്പോൾ 5 ലക്ഷം കൊടുത്ത് നന്നാക്കിയൊരു കുളമുണ്ട്, പക്ഷേ അത് ഐഡിയ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അവിടെ പോവാം ആദ്യം ഫസ്റ്റ്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അത് കുണമില്ലാണ്ടെങ്കിൽ ഇങ്ങനെ അടുത്തേക്ക് പോകാം. ചിക്കന്മാരാണ് പോയിക്കിട്ടാ. അപ്പോൾ മക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ കുളട്ടാ. ഇത് പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് താന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണെന്ന് തോന്നുന്നത് ഇതിൽ ശരിയാക്കിയിരിക്കുന്നത്. അതായത് പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് കുളം നവീകരണം അടങ്കൽ 5 ലക്ഷം രൂപ. പിന്നെ പ്രവൃത്തി ആരംഭം 14/2 പ്രവൃത്തി പൂർത്തീകരണം 10/3/2023. കെ സൽമ ബഹുമാനപ്പെട്ട താന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി നിയാസ്. പിന്നെ ഇത് ശ്രീമതി കുണ്ടിൽ ഹാജറ എന്നാണ് കേട്ടോ. ഇത് ആരെങ്കിലും ശരിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുക്കണം ഇൻഷാല്ലാ. ഇത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ആൾക്കാർ. കാരണം എന്താ പറയുക, ഇതൊക്കെ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ്, കുട്ടികൾ ചെയ്യണം കേട്ടോ, ചെറിയ മക്കളെല്ലാവരും. അപ്പോൾ ഇൻഷാല്ലാ ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് നന്നാക്കിയ ഒരു നവീകരിച്ച കുളമാണ്. നല്ല അടിപൊളി കുളമാട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. അപ്പോൾ നല്ല വൃത്തിയില്ല മാഷാല്ലാ. ആ കലങ്ങി കിടക്കുന്നുണ്ട്. നമ്മളെ ടീംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആരില്ലാത്തത് കൊണ്ട് ഒന്ന് അനിയനും ഒന്ന് നമ്മളെ ജസീറും ആണ് കേട്ടോ. ഞാൻ കുളിക്കാൻ ആരില്ലാത്തതുകൊണ്ട് വേറെ കുളത്തേക്ക് പോകാൻ നിൽക്കണം. അവിടെ കുളം എന്താ പാട്, ആരുമില്ല, ഇവിടെ ആരുമില്ല. അപ്പോൾ അത് കണ്ടില്ല നിങ്ങൾ എങ്ങനെയാണ് കുളത്തിൻ്റെ അടി പോലും ഇതിലെന്തുണ്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ മാഷാല്ലാ. അപ്പോൾ അത്രത്തോളം നവീകരിച്ച ഒരു കുളം ഇട്ടത് നല്ല വൃത്തിയിൽ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെയാണ് നമ്മൾ നാട്ടുകാരൊക്കെ വൃത്തിയാക്കണം. വരുന്ന സമയത്ത് കച്ചറ വേസ്റ്റൊന്നും ഇതിലിടാൻ സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരാൾ ഇൻഷാല്ലാ ഞങ്ങളെന്തായാലും കുളിക്കട്ടെ കേട്ടോ. ഓക്കെ. സത്യം പറഞ്ഞാൽ സ്കൂൾ കട്ടാക്കിയിട്ട് ഒരുപാട് സമയം വന്ന് നിന്നീന്ന കുളമാണിത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കുളം ആവശ്യമില്ല, ഈ ഫോണും അങ്ങനെ ഗെയിമും കളിച്ചിരിക്കട്ടാ. അപ്പോൾ അത് എന്താ പറയുക, അത് ഇതിങ്ങോട്ട് കലക്കാത്തൊരു സമയം ഉണ്ടാവില്ല. നമ്മളെ കോരയുടെ സമൂഹം ഇവരെ കൂടി വന്നിട്ടുണ്ട് കലക്കിയിട്ട് അടി ഇങ്ങോട്ട് കലക്കിയിട്ട് എന്താ ശിവ കലക്കണം മാത്രല്ല നമുക്കൊരു ചാടാലൊരു ഗ്യാപ്പ് വരെ ചാടാനുള്ള ഓപ്ഷൻ വരാൻ. എന്റെ വാപ്പൊക്കെ ഇവിടുന്ന് പിടിച്ചോണ്ട് ഒരു അറ്റടലാണ്ട് നീന്തം പഠിച്ചാത്ത കാലത്ത് മാണെങ്കിൽ നീന്തിക്കോന്ന് അറിയാം, അങ്ങനെയാണ് നീന്തം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ എന്താ പറയാ, അത്രയും തിങ്ങി നിറഞ്ഞിരുന്ന കുളമാണിത്. അപ്പൊ ഇപ്പോഴിതാ ഒരാൾക്ക് ഈ കുളങ്ങള് വേണ്ട, എന്തായാലും വേണ്ടി നമ്മക്ക് ഇത് ആഘോഷിക്കാം. മോനെ ചാടി തമർത്തിക്കൊണ്ടാ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുളത്തില്. ഇപ്പൊ ആരും ഇല്ല. പക്ഷെ ഇത് സംഖ്യ എടുത്ത് നവീകരിച്ചിട്ടും ഇപ്പൊ എന്ത് ആരും വരണില്ല. ഒരു പഞ്ചായത്ത് ഇതുമൊക്കൊന്നും മെയിൻ ആക്കണില്ല എന്നുള്ള. പഞ്ചായത്ത് നല്ല വൃത്തിയിൽ പണിയെടുത്തിക്കണം. നമ്മളാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. കുളിച്ചിട്ട് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒന്നാമത് എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ കാലഘട്ടത്തില് പിള്ളേരാരും പുറത്തിറങ്ങണില്ല. അതാണ് ഒന്നാമത്. നമ്മളാ ആയ കാലത്ത് നമുക്ക് ടർഫും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളൊരു ചെറിയൊരു പറമ്പ് കിട്ടി അവിടെ ക്രിക്കറ്റ്, ഫുട്ബോൾ ആട്ടും ചെയ്യും. എന്നിട്ട് അവിടെ നാട്ടിലും ആൾക്കാർക്ക് എന്തൊക്കെയാ ഫെസിലിറ്റീസ് ആണ്, പക്ഷെ അതിലൊന്നും ആരും ഇറങ്ങുന്നില്ല. ശരിയാണ്. കാലം മാറി, ഫുള്ള് മൊബൈൽ മേലും യുഗം മാറി. പോരാത്ത ലഹരിക്ക് അടിമപ്പെടും. കുട്ടികളൊക്കെ ലഹരിക്ക് അടിമപ്പെടാണ്. കുട്ടികൾ ഇതൊന്നും എൻജോയ് ചെയ്യണില്ല. നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാം. നമുക്ക് എൻജോയ് ചെയ്യാം. ചേട്ടാ എന്താ മട്ടം കുളത്തിലൊന്നും പിള്ളേരിയല്ല. കുളത്തിലെ പിള്ളേരൊക്കെ ഫോണുമേലല്ലേ ഇപ്പൊ. ഫോണുമേലും മൊബൈൽ ഫോൺ നമ്മള് ചെറുപ്പത്തിൽ കുളിച്ചാൽ വരുമ്പോൾ എത്ര പേരെ കുട്ടികളുണ്ടായിരുന്നില്ലേ. ഇപ്പൊ കുട്ടികൾ കുറവാണ്. ഇപ്പൊ അങ്ങനെ കജ്ജും കാലം തേച്ചൊക്കെ പോവാ, അത്ര തന്നെ ഉള്ളൂ. എന്താ ചെയ്യാ പ്രശ്നം.
അല്ല എന്നാലും ഇത്ര പൈസ ഒക്കെ കൊടുത്ത് ചിലവാക്കിയിട്ട് കുട്ടികൾ മുതലാക്കണം ശരി. പോറ്റ അടുത്ത് മക്കളെ കാല് താത്തി അടിക്ക് കേക്കണില്ല. ഇതേപോലെതാ ഉള്ള സമയം നമ്മൾ കുളിച്ചിട്ട് ആസ്വദിക്കട്ടാ. എന്താ വെച്ചാലേ ഇതൊക്കെ പിന്നീട് കിട്ടൂല. ഇതൊക്കെ ഇതാ കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു 5 or 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുളങ്ങളൊക്കെ ഇപ്പം ഇത്രയെങ്കിലും ഉണ്ട്, ആരെങ്കിലും വരുന്നുണ്ട്, പിന്നെ തീരും വരാതാവും. പല ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്, മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം എന്താ കുട്ടികളെ നീന്തം പഠിപ്പിക്കുക, അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുതലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ഞാൻ ഈ ചെറിയൊരു കുളം റൗണ്ട് അടിച്ചപ്പോത്തിന് എനിക്ക് ചടച്ചു. ഇന്നലെ മിഞ്ഞാന്ന് ഒരു മക്കള് 1 ഏക്കർ കുളം ഫുള്ള് റൗണ്ട് അടിച്ച്. ആയി കിട്ടോ. സെക്യൂർ വെള്ളം തെറിച്ചിട്ട് കിട്ടണം. അതാ സെക്യൂർ Ready, 1, 2, 3, start. മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിന്ന് നേരെ വേറെ വഴിക്ക് പോകാണ്ട് പോലീസുകാരെ കുറച്ച് വീഡിയോ എടുക്കാണ്ട് ഇൻഷാല്ലാ. അപ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കണം. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ കിണറിൻ്റെ പദ്ധതികളൊക്കെ ഇങ്ങനെ നടന്ന് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് മാഷാല്ലാ. പഞ്ചായത്തുകളൊക്കെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ റോഡിൻ്റെ കുറച്ച് വർക്കുകൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാഷാല്ലാ ഈ നാട് വളരെ ഉഷാറാവട്ടാ. ഓക്കെ, റോഡിൻ്റെ വർക്കുകൾ ഇവിടെ എന്തോ കോറി വേസ്റ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഈ റോഡൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഈ റോഡിൻ്റെ വർക്കുകളും കൂടി തീർത്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ വളരെ പെർഫെക്റ്റ് ആവും. നമ്മളെ പഞ്ചായത്ത് പറഞ്ഞാൽ അടിച്ചപൊളി പഞ്ചായത്താണ്. പ്രസിഡന്റുമാരായാലും മെമ്പർമാരായാലും ഒക്കെ നല്ല ഉഷാറാട്ടോ. ഓക്കെ.